നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1-ാം തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമ്മൾക്ക് മകയിര നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. മധ്യശൂലമാണ് മകയിരംകാർക്ക്. അതുകൊണ്ട് തന്നെ ബന്ധുനാശം, സ്വജന വിരോധം, അപമാനം, മനക്ലേശം ഇവയൊക്കെ ഫലമായി ലഭിക്കാം. ദേവത ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും ഒക്കെ ഉണ്ടാകാം. ഇനി നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. മകയിര നക്ഷത്രക്കാർ ബാല്യത്തിൽ ക്ലേശം അനുഭവിക്കുന്നവരും പിൽക്കാലത്ത് സമ്പത്തും ബലവും ഉള്ളവരായിരിക്കും. എല്ലാ കാര്യങ്ങളിലും സാമർഥ്യവും ഉള്ളവരായിരിക്കും ഇവർ. സ്ത്രീകൾക്ക് അഭിമാനവും സാമർഥ്യവും പരോപകാര താല്പര്യവും ഉണ്ടാകും. ധനലാഭം, രാജബഹുമതി, കുടുംബ ഐശ്വര്യം, ആജ്ഞാഗുണം, പ്രതാപശക്തി എന്നിവ ഉണ്ട്. 3-4 വയസ്സുവരെയുള്ള കുട്ടികളാണെങ്കിൽ ബാലാരിഷ്ടതയും, അതിനുശേഷം 21 വയസ്സുവരെയുള്ളവർക്ക് ദുസ്വപ്നങ്ങൾ മൂലമുള്ള ഭയവും രോഗക്ലേശവും ഉണ്ടാകാം. എന്നാൽ അതിൽ നിന്നൊക്കെ മുക്തിയും ഉണ്ടാകാം. നടുവേദന, പുറംവേദന ഇവയൊക്കെ ഉണ്ടായേക്കാം, കരുതലെടുക്കേണ്ടതാണ്. 21 വയസ്സ് മുതൽ 37 വയസ്സുവരെയുള്ളവർക്ക് വിവാഹാദി വിദ്യാലാഭങ്ങളും സർവശ്രേഷ്ഠതയും ലഭിക്കുന്നതാണ്. 37 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള കാലഘട്ടമുള്ള മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആലസ്യം, ക്ലേശം, ധനനഷ്ടം ഇവയൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. 73 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിസന്ധികൾ വന്നു ചേരാം. മകയിര നക്ഷത്രം ഇടവം, മിഥുനം രാശികളിലായി വരുന്ന നക്ഷത്രമാണ്. മകയിര നക്ഷത്രക്കാർക്ക് ഈ വർഷം പ്രതീക്ഷിച്ച കാര്യങ്ങളിൽ ചിലതെങ്കിലും നേടാനാകുന്നതാണ്. തൊഴിലിലെ ചാഞ്ചാട്ടം മാറുന്നതാണ്. ഉയർന്ന വരുമാന മാർഗമുള്ള പദവിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നതുമാണ്. ബന്ധുക്കൾ സഹായിച്ചിട്ടോ സ്വർണ്ണ പണയത്തിലൂടെ കിട്ടുന്ന ധനത്താലോ നവസംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കഠിന പരിശ്രമം കൊണ്ട് മാത്രം ഏതു മേഖലയിലും വിജയിക്കാൻ സാധിക്കുന്ന വർഷമാണിത്. ആ കാര്യങ്ങളൊന്നും മറക്കാതെ കഠിനമായി പരിശ്രമിക്കുക. വിദേശ ജോലി സ്വപ്നം കാണുന്നവർ അതാതു നാടുകളിലെ തൊഴിൽ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ടു പോവുക. പ്രണയം സഫലമാകാൻ കടമ്പകൾ വളരെയേറെ ഉണ്ടാകും. പാരമ്പര്യമായി കിട്ടിയ ഭൂമിയിൽ വീട് വെക്കാനുള്ള സാഹചര്യങ്ങളും സംജാതമാകുന്നതാണ്. സിവിൽ കേസുകൾ നടത്തുന്നവർക്ക് ഊർജ നഷ്ടവും പണനഷ്ടവും സംഭവിക്കാം. സകുടുംബം തീർത്ഥാടനം നടത്തുവാനുള്ള അവസരങ്ങളും കൈവരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ മകയിര നക്ഷത്രക്കാർ അല്പം ജാഗരൂകത കാണിക്കേണ്ടതുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.